السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله يا نبي الله يا حبيب الله. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم. صدق الله العلي العظيم. ആദി അവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദ, ബദറിലും ബദൻ ലംഘിടുന്നവരെ കാണുവാൻ വിധിയേകല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല ഈ മജ്ലിസ് നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള കൂടലായി അള്ളാഹു ആക്കി തീർക്കട്ടെ. ഇവിടെ ദാനം, ധർമ്മം, ഭക്ഷണം എല്ലാം നൽകാൻ വേണ്ടി കാശുകളും സംഭാവനകളും നൽകുന്നവർ, അതിനുവേണ്ടി രാപ്പകലുകളില്ലാതെ അധ്വാനിക്കുന്നവർ തുടങ്ങി ഒരുപാട് മുഹിബ്ബീങ്ങൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ബഹുമാനികളെ, മഹത്തായ സഫർ മാസമാണിത്. സഫർ മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ നമ്മോട് വിട പറഞ്ഞ മാസമാണ് സഫർ മാസം. പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു അവരുടെ ആണ്ടിൻ്റെ മാസമാണ് മഹത്തായ ഈ സഫർ മാസം. അതുപോലെ തന്നെ ഒന്നരായ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് വഫാത്തായ മാസമാണ്. അങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീരാത്ത ഒരുപാട് മഹത്തുക്കൾ. ചാവക്കാട് ഇബത്തുല്ലാഹിൽ ബുഖാരി, മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഐദറൂസി, എറണാകുളം മറവിട്ട് കിടക്കുന്ന മഹാനവറുകൾ, അങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീരാത്ത ഒട്ടനവധി മഹത്തുക്കൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്. നമ്മുടെ ജമിയത്തുൽ ഉലമയിൽ മഹാനായ AK ഉസ്താദ്, ചിത്താരി ഉസ്താദ്, ഇങ്ങനെയുള്ള ഒരുപാട് മഹത്വമേറിയ പണ്ഡിതന്മാർ വഫാത്തായ മാസമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഫാത്തിൻ്റെ രോഗം തുടങ്ങിയത് സഫർ മാസം അവസാനത്തെ ബുധനാഴ്ചയാണ് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. ആ മാസത്തിലാണ് മുത്തു റസൂലുള്ളാഹിക്ക് വഫാത്തിൻ്റെ രോഗം പിടിപെട്ടത്. ഇങ്ങനെ ചരിത്രപരമായി പഠിക്കുമ്പോൾ ഒരുപാട് മഹാന്മാരുടെ മഹത്വങ്ങളും ബഹുമാനങ്ങളും നിറഞ്ഞൊരു മാസമാണ് ഈ മഹത്തായ സഫർ മാസം. ഈ മാസമാണ് വന്യരായ നമ്മളെ കരീം ഉസ്താദ് നമ്മോട് വിട പറഞ്ഞ മഹത്തായ മാസം. അള്ളാഹു അവരെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ, അവരെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, അവരെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ടവരെ കുറിച്ച് കണ്ടവരും അടുത്തറിഞ്ഞവരും ബഹുമാനപ്പെട്ടവരാരാണെന്ന് മനസ്സിലാക്കിയവരുമാണ് ഈ സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെല്ലാവരും. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ എത്രയോ ആളുകൾ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ ഞാനിപ്പോൾ മുക്കത്ത് കരീം ഉസ്താദിൻ്റെ അടുത്ത് പോയി അവിടുത്തെ വെള്ളം കുടിച്ചതിന് ശേഷം വളരെ ആശ്വാസമാണ്, വളരെ സുഖമാണ്, റാഹത്താണ് എന്നിങ്ങനെയുള്ള എത്രയോ ട്രീറ്റ്മെൻറ്റ് നടത്തി ആധുനിക മെഡിസിൻ പരാജയപ്പെട്ടിടത്തും ബഹുമാനപ്പെട്ടവർ വെള്ളം മന്ത്രിച്ച് കുടിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ കുടിച്ചതിൻ്റെ പേരിൽ ക്യാൻസർ സുഖപ്പെട്ടത്
കിഡ്നി രോഗം മാറിയത്, ഇങ്ങനെ ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ നമ്മളെ നാട്ടിലും പരിസരത്തുമുള്ള ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ ഹയാത്ത് കാലത്ത് കാണാൻ വരികയും കാണുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നൊരു പതിവ് ഈ കൂടിയവർക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ടവർ നാഗൂർത്തുക്കോ അല്ലെങ്കിൽ അജ്മീർക്കൊക്കെ നേർച്ചയാക്കാനും അവരെ മേലിൽ ഫാത്തിഹ ഓതാനൊക്കെയാണ് പറയാറുള്ളത്. എന്നാലും ആ പറഞ്ഞത് വളരെ മക്ബൂലായി ഫലപ്പെടുന്ന ഒരനുഭവം പല ആളുകൾക്കും പറയാൻ കഴിയും. അല്ലാഹു തആല രോഗികൾക്കൊക്കെ അല്ലാഹ് ശിഫ നൽകട്ടെ. ഇനിയിപ്പോൾ ഇവിടെ വഫാത്തായി ബഹുമാനം നമ്മൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, സുന്നത്തി ജമാഅത്തിനെ സംബന്ധിച്ച് ജീവിതം തുടങ്ങുന്ന സമയമാണ് മരണം. മരണം എന്നത് പറയുന്നത് ജീവിതത്തിന് രണ്ട് നിലവാരമുണ്ട്. ബഖായിയായ ഹയാത്തുമുണ്ട്, ഫനായിയായ ഹയാത്തുമുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ ഇത് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ട് ജീവിതത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന്. അദമിയും അതുപോലെ ബഖായിയും. അദമി എന്ന് പറയും, ഫനായി എന്ന് പറയും, പല ഇബാറത്തുകളെ കൊണ്ടും പറയും. അങ്ങനെ രണ്ട് ജീവിതം. ഈ രണ്ട് ജീവിതത്തിൽ ഭൗതികമായ ലോകത്തെ ജീവിതം അതുകൊണ്ട് ആസ്വദിച്ചവരും അത് ലക്ഷ്യം വെച്ചവരും ആ ഹയാത്ത് കൊണ്ട് നിലനിൽക്കുന്നവൻ്റെ പേരാണ് ഹയവാന്. ഉൽക്കണ്ട ഹയവാന് എന്ന് പറയാം. ഒരു കുരുത്തക്കേട് കളിച്ച ഉസ്താദന്മാർ വിളിച്ചുവല്ലോ, എടാ ഹയവാനെ എന്ന് വിളിച്ചു. അങ്ങനെയാണ് വിളിച്ച. ദർസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചാൽ ഉസ്താദ് വിളിക്കും, എടാ ഹയവാനെ. ഈ വിളിയിലൊരർത്ഥമുണ്ട്. അതൊരർത്ഥമുള്ള വിളിയാണ്. നമ്മളൊന്നും വെറും ഹയവാനല്ല. നമ്മൾക്ക് ബഖായിയായ ഹയാത്ത് എന്ന് പറഞ്ഞൊരു ഹയാത്തുണ്ട്. ആ ഹയാത്ത് അത് നമ്മൾ ഗുണനിലവാരത്തിൽ ഈ ദുനിയാവിൽ വെച്ച് ആക്കിയെടുക്കുമ്പോൾ ആ ഹയാത്ത് കൊണ്ട് മുത്തസിഫായ ജീവൻ്റെ പേരാണ് ഹയ്യ്. അതിന് ഹയ്യ് എന്നാണ് പറയുക. അള്ളാഹിനെ കുറിച്ച് പറയുന്നിടത്ത് ഹയ്യ് എന്നാണ് പറയുക. ഹയവാൻ എന്ന് പറയാൻ പാടില്ല. അള്ളാഹിൻ്റെ ജലാലിനും ജമാലിനും യോജിച്ചതല്ല ഏത് പറയൽ, ഹയവാൻ എന്ന് പറയാൻ പാടില്ല അള്ളാഹിനെ കുറിച്ച്. എന്താ കാരണം? ഹയവാൻ നുക്സാൻ്റെ വിശേഷണമാണ്. ഹയവാൻ നാക്കിസാണ്. എല്ലാ അർത്ഥത്തിലും മോശപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയാണ് ഹയവാൻ. അപ്പോൾ നമ്മളൊന്നും വെറും ഹയവാനാകാൻ പോരാ, ഹയ്യായി മാറണം. ഈ ഹയ്യായി മാറലാണ് നമ്മളെ ലക്ഷ്യം. ആ ഹയ്യൻ്റെ നിലവാരം ആസ്വദിക്കുന്ന സമയം ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ആസ്വദിക്കാൻ തൗഫീഖ് നൽകും. അത് ഹഖീഖത്തിൽ അത് ആസ്വദിക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ മരണസമയം മുതൽക്കാണ്. ഒരു മനുഷ്യൻ്റെ ഖിയാമത്ത് നാൾ ആരംഭിക്കുന്നത് അവൻ്റെ മരണം മുതൽക്കാണെന്ന് മഹത്തുക്കൾ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെപ്പോലുള്ള ആളുകൾ ഇർഷാദ് മുർഷിദ് പോലത്തെ കിതാബുകളിലൊക്കെ പറഞ്ഞത് കാണാം. നമ്മൾ നല്ലോണം പഠിക്കണം. നമ്മൾ മുഅ്മിനീങ്ങളാണ്. ഏതെങ്കിലും മതക്കാരൻ ഏതെങ്കിലും കോലം കെട്ടണ മാതിരി കോലം കെട്ടേണ്ട ആളുകളല്ല നമ്മൾ. ഇന്നിപ്പോൾ ആധുനികവൽക്കരിക്കപ്പെട്ടു പോയി. സത്യത്തിൽ കരീം ഉസ്താദിൻ്റെ ജീവിതം അത്തരം ജീവിതങ്ങളോടുള്ള ഒരു ജിഹാദായിരുന്നു കരീം ഉസ്താദ് പ്രഖ്യാപിച്ചിരുന്നത്. കാരണം മോശപ്പെട്ട ദുസ്വഭാവികളോ മോശപ്പെട്ട ആളുകളോ തൻ്റെ ഹലറത്തിൽ വന്നാൽ ഇങ്ങോട്ട് വിളിച്ചെടുത്തിട്ട് അവിടെ ചോദിക്കലാണ്, എൻ്റെയൊക്കെ ഇനി അബദ്ധമില്ലേ എന്ന് നേരിട്ട് ചോദിക്കലാണ്. അങ്ങനെ അനുഭവമുള്ളവർക്ക് ഈ സാസെന്ന് പറയാൻ കഴിയും, പലതും പറയാൻ കഴിയും. അത് ബഖായിയായ ഹയാത്തിൻ്റെ ഒരു ഗുണനിലവാരം. ഒരാളെ കാണുമ്പോൾ അയാളുടെ ജീവിതത്തിലുള്ള അപാകതകളും ന്യൂനതകളും ഒരൊറ്റ കാഴ്ചയിൽ അറിയാൻ കഴിയുക എന്നുള്ളത് ബഖായിയായ ഹയാത്തിൻ്റെ ഹയ്യ് എന്ന വിശേഷണത്തേക്ക് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കൽബിൽ അള്ളാഹു തആല ഇൽമുൽ മുക്കാശഫ എന്ന് പറയപ്പെടുന്നൊരു കശ്ഫ് അള്ളാഹുവിൻ്റെ കൽബിൽ തരും. അങ്ങനെ ഒരു ഇൽമുണ്ട്, ഇൽമുൽ മുക്കാശഫ. അതിനെന്ത് ചെയ്യണം? ഇൽമുൽ മുക്കാശഫ അഭിനയിച്ചാൽ കിട്ടുന്ന സംഗതിയല്ല. അതിന് ഇൽമുൽ മുആമലത്ത് കൊണ്ട് അമൽ ചെയ്യണം. എന്താണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം മഹാനവറുകൾ അവിടുത്തെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ നല്ല അമൽ ചെയ്യണം, ശക്തമായ അമൽ നമ്മൾ ചെയ്യണം.
അമൽ ചെയ്യുമ്പോഴേ നമ്മൾ ഇൽമുൽ മുക്കാശഫ തുറന്ന് കിട്ടുള്ളൂ. അപ്പം നമുക്കുണ്ടാവും കശ്ഫ്. അങ്ങനെയല്ലേ? പൂർണ്ണമായ കശ്ഫ് കറാമത്ത് ഉണ്ടാവും. പണ്ട് മടവൂർ CM വലിയുള്ളാൻ്റെ അടുത്ത് എൻ്റെ വലിയ ബന്ധമുള്ള മഹാനായ സയ്യിദ് ബഹുമാനപ്പെട്ട കടലുണ്ടി ഇമ്പിച്ചു കോയ തങ്ങൾ പാപ്പ ബഹുമാനപ്പെട്ടവർ പറഞ്ഞെന്നൊരു സംഭവം ഓർമ്മ വരികയാണ്. ബഹുമാനപ്പെട്ടവരെ അയൽവാസിയായ ഒരു വ്യക്തി പഴയ കാലത്ത് ലാഞ്ചിക്കൊക്കെ ഗൾഫിൽ പോയി. അയാൾ ഗൾഫിൽ നിന്ന് പോന്നു. അന്ന് ബോംബെ വഴിയാണ് എന്ത് ചെയ്യുക യാത്രകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കരിപ്പൂരിലൊന്നും അന്ന് എമിഗ്രേഷൻ ഇല്ല. ഇൻ്റർനാഷണൽ എയർപോർട്ടല്ല, ഡൊമസ്റ്റിക് ഒക്കെ ആകണുള്ളൂ. ഡൊമസ്റ്റിക്കും ഇല്ലാത്ത കാലത്താണത്. എയർപോർട്ട് തന്നെ വരുന്നതിൻ്റെ മുമ്പാണ്. ഇദ്ദേഹം ബോംബെയിൽ വന്നപ്പോൾ പണ്ട് മൂപ്പര് അധ്വാനിച്ച പൈസ ഒക്കെ കൂടി ഒരു കൂട്ടി കണ്ട് മൂപ്പര് സ്വർണം വാങ്ങി അതെന്ത് ചെയ്തിരുന്നു, ഷൂവിൻ്റെ അടിയിൽ വെച്ചിരുന്നു എന്നാ. അന്ന് ഷൂവിൻ്റെ അടിയിലൊക്കെ വെച്ചാൽ എന്ത് ചെയ്യുക, വല്ലതും കൂടി കഴിച്ചിലാവും. ഇന്ന് അത് നടക്കൂല. ഇന്ന് ഉള്ളിൽ വെച്ചതാണ് ആദ്യം കാണുക. ഉള്ളിൽ മറച്ചു വെച്ച വസ്തുവാണ് ഇന്ന് എന്ത് ചെയ്യുക. അങ്ങനത്തെ മെഷീനറികളാണ് ഇന്നിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തുള്ളത് അങ്ങനെ കണ്ടില്ലാന്ന് വരും. ഉള്ളിൽ ശരിക്ക് മറച്ച് വെച്ചാലൊക്കെ എന്ത് ചെയ്യും, ശരിക്ക് പുറത്ത് ചാടും. അങ്ങനത്തെ എൻജിനും മെഷീനും ഒക്കെയാണ് ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ മൂപ്പര് എയർപോർട്ട് വഴിക്ക് വന്നു. അങ്ങനെ മൂപ്പര് അന്നൊക്കെ പഴയ കാലത്തൊക്കെ വരുമ്പോൾ നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഇങ്ങനെ മൂപ്പര് ഓരോ സാധനവും ചെക്ക് ചെയ്തു. അങ്ങനെ കാര്യമായി പിടിക്കപ്പെടേണ്ടതൊന്നും കിട്ടിയില്ല. ഷൂ മൂപ്പര് പുറത്ത് ഊരിട്ട് കണ്ടാണല്ലോ പോവുക. ഷൂ അങ്ങനെ പരിശോധനയിൽ കണ്ടില്ല. അങ്ങനെ മൂപ്പര് കഴിച്ചില്ലായി. അങ്ങനെ സന്തോഷത്തോടു കൂടി മൂപ്പര് പുറത്തിറങ്ങി. ദുംബിച്ചുകോയ തങ്ങൾ പാപ്പ പറഞ്ഞു തന്നൊരു സംഭവമാണ്. അങ്ങനെ ഇദ്ദേഹം പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. നിസ്കരിക്കാൻ കയറുമ്പോൾ ഏത് ഊരിയിടും, ഷൂ അവിടെ ഊരിയിടും. ഷൂ ഊരിയിട്ട് കണ്ടൊരു ഭാഗത്ത് വെച്ച് മൂപ്പര് നിസ്കരിച്ച് വന്നപ്പോൾ ഷൂ കാണാനില്ല. അങ്ങനെയാണ് ബോംബെയിലൊക്കെ ചെരുപ്പ് ഊരി വെച്ചാൽ ചെരുപ്പ് പോവും. ഷൂ പലയിടത്തും തിരഞ്ഞിട്ടൊന്നും ഒരു പൊടുത്തൂല്ല. ഇയാളാകെ ഹാല് മാറി. കാരണം ഇയാളാകെ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ എവിടെയുള്ളത്? ഷൂവിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഇയാളാകെ ഹാല് മാറി. ആരോട് പറയാനും വയ്യ അങ്ങനെ ഒരു സംഗതി. അങ്ങനെ മൂപ്പര് നാട്ടിൽ വന്നതിന് ശേഷം തങ്ങൾ പാപ്പാൻ്റെ അയൽവാസിയാണ്. തങ്ങൾ പാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വലിയ വേജാറില്ലെന്നൊക്കെ പറഞ്ഞ് വെപ്രാളം കാട്ടി. പല നിലക്കും വെപ്രാളം കാട്ടിയപ്പോൾ തങ്ങൾ പാപ്പ പറഞ്ഞു, നമ്മൾ കാക്കാൻ്റെ ശൈലി പിന്നെ അങ്ങനെ മുതലുണ്ടാക്കാൻ പഠിച്ചാൽ പോരാ, പാത്തേക്കാൻ പഠിച്ചണം. പാപ്പാൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്. മുതലുണ്ടാക്കാൻ പഠിച്ചാൽ പോരാ, അത് സൂക്ഷിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ആയുധം ഉണ്ടാക്കാൻ പോകരുത്. എന്നിട്ട് മനുഷ്യനൊക്കെ എടുക്കാനും ഇരിക്കാനും ഒരു സുഖമില്ല. തങ്ങൾ പാപ്പ എന്നറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് കണ്ട് ഇടങ്ങേറായിട്ട് വിളിച്ചിട്ട് വണ്ടിയായിരുന്നു. അങ്ങനെ മൂപ്പര് ജീപ്പൊക്കെ വിളിച്ച് ആ ജീപ്പിൽ എന്ത് ചെയ്തു കയറ്റി നേരെ കോഴിക്കോട് മടവൂർ CM മൂപ്പരെടുത്ത് വന്നു. CM മൂപ്പരെടുത്ത് വന്ന് റൂമിലേക്ക് കടന്നപ്പോൾ തങ്ങൾ പാക്കാപ്പൊക്കെ എല്ലാവരും പാകാണല്ലോ. ഓക്കെ ഉസ്താദ്, കുണ്ടൂർ ഉസ്താദ്, വടകര അഹമ്മദ് ഹാജി പാപ്പ, CM വലിയുള്ളാഹി, അവരേറ്റൊക്കെ സുഹൃത്തുക്കളെ മാതിരിയാണ് അവിടുത്തെ ബന്ധം. നമ്മളോടും അങ്ങനെ തന്നെ, കുട്ടികളോടും വലിയവരോടൊക്കെ ഒരേ നിലവാരമാണ്. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അപ്പോൾ തങ്ങൾ പാപ്പാനെ കണ്ട ഉടനെ CM മൂപ്പര് കിടക്കുന്നിടത്തു നിന്ന് ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് എൻ്റെ അവർ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ പായനെ കൊണ്ടേ അവിടെ ഇരിക്കാൻ പറ്റില്ല, സുഖമില്ല. ഈ പായനെ കൊണ്ട് പെരി കുത്തിറക്കാൻ ഒരു സുഖമില്ല. അപ്പോൾ ഇവ ഇങ്ങനെ കൊടുത്ത് ഷൂസിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ട് ബോംബെയിൽ വന്നപ്പോൾ നിസ്കരിച്ചാൻ കയറിയപ്പോൾ അത് ആരാ കള്ളം കൊണ്ടേക്കാണ്. എന്നിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് അവിടെ എടുക്കാൻ പറ്റിയാൽ വന്നിട്ട്. അതുകൊണ്ട് നിങ്ങളതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കി. ഒരു സാധു മനുഷ്യനാണ്, ഒരു പാവപ്പെട്ട ആളാണ്. അപ്പോൾ തന്നെ CM മൂപ്പര് ബക്കായിയായ ഹയാത്തിൻ്റെ നിലവാരത്തിൽ ആ ഒരു കുതിസിയായ ആ ഒരു വിക്റിൽ കിടക്കുന്ന മഹാമനീഷി പറഞ്ഞു, ബോംബെയിലേക്ക് ട്രെയിൻ കയറുക, ബോംബെയിലെത്തി നിസ്കരിച്ച പള്ളിയിൽ കയറി നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി മുന്നിൽ കാണുന്ന ചെരുപ്പ് കടയിൽ നിന്നൊരു പുതിയ ഷൂ വാങ്ങുക, തിരിച്ചു പോരുക. ഇതാണ് ആര് പറഞ്ഞ മറുപടി? CM പറഞ്ഞ മറുപടി. അങ്ങനെ അവിടെ നിന്നൊക്കെ നേർന്ന് കുടിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ ഇയാൾ തങ്ങൾ പാപ്പ പറഞ്ഞു, വേമ്പേക്കോ
ബോംബെക്കേക്കോ അറിഞ്ഞു. അപ്പം ഇയാൾ ചോദിച്ചു, ഞാൻ ഇപ്പോൾ ഇതിന് പൈസ ചിലവാക്കി ബോംബെക്ക് പോകണം ഒരു ഷൂസ് വാങ്ങാനായിട്ട്. അപ്പം മൂപ്പര് മനസ്സിലാക്കിയത് ഒരു പുതിയ ഷൂസ് അവിടെ പോയി വാങ്ങിപ്പോരാന്നാണ് മൂപ്പര് കണക്ക് കൂട്ടിയത്. അതിൽ തങ്ങൾ പാപ്പാണ്ട് ദേഷ്യപ്പെട്ട് പോട ചിലക്കാട് എന്നോടല്ലേ പോകാൻ പറഞ്ഞു തരണ്ടി. അങ്ങനെ പോയി. ഇയാൾ അങ്ങനെ ബോംബെ ചെന്നു. എത്തിയ സ്ഥലത്തെത്തി, നിസ്കരിച്ച പള്ളി കയറി നിസ്കരിച്ച് പുറത്തിറങ്ങി ഒരു ചെരുപ്പ് ഷോപ്പ് ഇങ്ങനെ തിരഞ്ഞു. അപ്പോൾ ചെരുപ്പ് കട കാണുന്നുണ്ട്. അവിടെ ഷൂ വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ മൂപ്പര ഷൂ ബഹുമാനത്തിൽ അവിടെ ഇങ്ങനെ തൂങ്ങുന്നുണ്ട്. മൂപ്പര ഷൂ ആ കടയിൽ ഇങ്ങനെ ശരിക്കും തൂങ്ങിയിരിക്കുന്നുണ്ട് ഷൂ. അതിന് വില പറഞ്ഞ വില കൊടുത്ത് ആ സാധനം മൂപ്പർ കൈക്കലാക്കി. എങ്ങനെ മടവൂർ മൂപ്പർക്ക് അത് മനസ്സിലായി? ഇങ്ങനത്തെ ഒരു കണ്ണ് ഈ ഇരിക്കണ നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മൊബൈൽ കിട്ടിയാൽ കണ്ണ് പൊട്ടി. നമ്മളെ സ്ഥിതി അങ്ങനെ. നമ്മൾ വലിയ ദിക്റും സ്വലാത്തും ഹജ്ജാദും റാത്തീബും ഒക്കെ നമ്മൾ ചൊല്ലും. ഒറ്റക്കൊരു മൂലയിലാണ്ട് ഇരുന്നാൽ കണക്കാണ് നമ്മളെ കഥ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ മറിച്ച് നോക്കി മൂലേരും തങ്ങളും ആചാര്യം. നിങ്ങളെ പറ്റിയല്ല കേട്ടാ, നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് തന്നെ പറയുന്നത് ഒക്കെ കരീം ഉസ്താദിൻ്റെ ആൾക്കാരാണ്, മടവൂർ മൂപ്പര ആൾക്കാരാണ്, വലിയ വലിയ മഹത്വക്കളുടെ ആൾക്കാരാണ്. ജീവിതത്തിന് എന്ത് വേണം? ഒരു പരിശുദ്ധി ഉണ്ട്. അത് നമ്മൾ കാത്ത് സൂക്ഷിക്കണം. അതിന് കഴിയൂലെങ്കിൽ പിന്നെ നമ്മൾ ഈ പണിക്ക് നിൽക്കുക നല്ലത്. റഹ്മുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല. അതുപോലെ കരീം ഉസ്താദിൻ്റെ മുമ്പിൽ ഇവിടെ പലരും പല രോഗങ്ങളും പല വിഷയങ്ങളേറ്റ് വരുമ്പോൾ ആളങ്ങോട്ട് വിളിച്ചെടുത്തിട്ട് അവൻ്റെ ഉള്ളിലുള്ള സീക്രട്ടുകളൊക്കെ ചിലപ്പം എന്ത് ചെയ്തും കരീം ഉസ്താദ് പറഞ്ഞെന്ന് വരും. അങ്ങനെയായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അനുഭവമുള്ള ആളുകളാണ് നമ്മളൊക്കെ. അല്ലാഹു ഉസ്താദിൻ്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഞാനങ്ങനെ കാണാൻ വന്നിട്ടൊന്നുമില്ല. ഞാൻ ഒരിക്കൽ ഈ വീട് കുടിയിരിക്കുന്ന സമയം നമ്മളെ കോഴിക്കോട് SYSൻ്റെ ഗോൾഡൻ ജൂബിലി നടക്കുന്ന സമയമാണ്. ആ ഗോൾഡൻ ജൂബിലിൻ്റെ ആവശ്യത്തിന് വേണ്ടി മക്കയിൽ നിന്നുള്ള മാലിക്കി തങ്ങൾ മർക്കസിലെത്തിയപ്പോൾ മർക്കസിൽ നിന്ന് കുണ്ടൂർ ഉസ്താദിന് ഫോൺ വന്നു, നിങ്ങളെ മാലിക്കി തങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പം എൻ്റെ വീട്ടിലാണ് ഉസ്താദ് ഉള്ളത്. സഫർ മാസമാണ്. എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് ഈ മാസം. ഉപ്പാൻ്റെ ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. 31ാമത് ആണ്ടാണ്. അപ്പോൾ ഉസ്താദ് എല്ലാ കൊല്ലവും ഉറൂസിന് വരും എൻ്റെ വീട്ടിലേക്ക്. ഉപ്പാൻ്റെ ആണ്ടിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ നേരെ നമ്മളെ കോടമ്പുഴ ബാവുസ്താദ് നമ്മളെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്നാൽ ഞാൻ നിർത്തില്ല. ഉസ്താദിന് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളെ ഉസ്താദന്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, സിഹത്ത് നൽകട്ടെ, ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഒക്കെ ഇരിക്കും. ഉസ്താദ് കൊണ്ട് വരും, ഭക്ഷണം കഴിച്ചിട്ട് വരും. ഞാനും കൂടുതൽ ഒന്നും പറയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ ഈ ഒരു നാടൻ വർത്താനാണ് ഈ കാരം. ചിലപ്പോൾ നിങ്ങൾ നോക്കണം മൊബൈലിനെ വിമർശിക്കലേ ഈ കാരം. നിങ്ങൾക്ക് വല്ല ഇഷ്ടപ്പെട്ടോളൊന്നും ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ കിട്ടുമ്പോഴല്ലേ പറയാമെന്ന് പറയട്ടെ. ഞാൻ അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ആത്മവിശുദ്ധി നമുക്ക് ശരിക്കും വേണം. അല്ലെങ്കിൽ ഞാൻ തലക്കെട്ട് ഇട്ടിട്ടും കാര്യമില്ല, താഴെ വെച്ചിട്ടും കാര്യം. നമുക്ക് ഒരു അകം തഹാറത്ത് ലാഹിർ ബാത്തിന് 2 സംഗതിയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി ഇൽമിനെ 2 പാർട്ടാക്കി തിരിച്ചു. തഖ്വയെ ലാഹിർ ബാത്തിന് 2 ഭാഗമാക്കി തിരിച്ചു. അതിൽ നമ്മളെ ബാത്തിന് നല്ലോണം ശുദ്ധിയാവണം, അകം ശുദ്ധിയാവണം. ഇതൊരാളെ ബോധ്യപ്പെടുത്താനുള്ള ശുദ്ധിയല്ല, ഒരാളെ മുമ്പിൽ അഭിനയിക്കാനുള്ള ശുദ്ധി ഇതായിട്ട് കാര്യമില്ല. എൻ്റെ ഉള്ള ആത്മാർത്ഥമായി ശുദ്ധിയുള്ള ഹൃദയമായി മാറണം. അപ്പോഴാണ് നമുക്ക് ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യവും ഫലവും നമുക്ക് നേടാൻ കഴിയുക. അപ്പം എന്താ ഇപ്പം ഞാൻ പറഞ്ഞത്? അങ്ങനെ മഹാന്മാരായ ആളുകൾ അതെ മഹാന്മാരായ മഹത്തുക്കൾ അകം ശുദ്ധി വരുത്തുമ്പോൾ, ശുദ്ധിയുള്ള ജീവിതം ജീവിക്കുമ്പോൾ ആ ശുദ്ധിയിൽ നിന്ന് നിർഗളിക്കുന്ന ഒരുപാട് പ്രഭയുണ്ട്. ആ പ്രഭ നമ്മുടെ ഹൃദയത്തിൽ വരാൻ തുടങ്ങിയാൽ എല്ലാ ഭൗതികതയും വിച്ഛേദിച്ച് എല്ലാ പ്രപഞ്ചത്തിനെ കീഴടക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിന് അല്ലാഹു തരും.
അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ പണിയെടുക്കണം. നല്ലോണം നമ്മൾ എന്ത് ചെയ്യണം? പണിയെടുക്കുമ്പോഴേ ഉദ്ദേശിക്കപ്പെടുന്ന ഫലത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മളെ ഉള്ളു അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ മാലിക് തങ്ങൾ വിളിക്കുന്നുണ്ട് കുണ്ടൂർ ഉസ്താദിനെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഉറൂസിന് വന്നതാണ് കുണ്ടൂർ ഉസ്താദ്. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു പെന്നും കടലാസും കൊടുന്നാടി അറിഞ്ഞു. അപ്പോൾ പെന്നും കടലാസും കണ്ട് ഇരുന്നിട്ട് മാലിക് തങ്ങളെക്കുറിച്ച് മദ്ഹ് എഴുതാൻ തുടങ്ങി കുണ്ടൂർ ഉസ്താദ്. അങ്ങനെ ഒരു 10-15 വരിയും കണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് എഴുതി അറബിയിൽ. അതുകൊണ്ട് എഴുതിയിട്ട് ഞങ്ങളോടൊന്ന് പാടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളതിങ്ങനെ ഈണത്തിൽ പാടിക്കൊടുത്തപ്പോൾ നല്ല രസം, മട്ടുണ്ടല്ലേ എന്ന് വെച്ചു ഉസ്താദ്. നല്ല മട്ടുണ്ടല്ലേ? ആ ഉണ്ട് നല്ല മട്ടുണ്ട്, കോറുവത്തക്കണ്, നല്ല ഉഷാറയിക്കണ്. എന്നാൽ മാലിക്ക് അതൊന്ന് പാടിക്കൊടുക്കണം, നിങ്ങൾ പോരൂല മർക്കസിക്ക് വെച്ചിട്ടോട്ട്, ഞമ്മക്കൊരു അവസരം കിട്ടുകയല്ലേ. അങ്ങനെ അൽഹംദുലില്ലാ ഉസ്താദിൻ്റെ കൂടെ മർക്കസിലേക്ക് പോയി. ഉസ്താദിൻ്റെ മക്കളുണ്ട്, ഉസ്താദിൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് ഉസ്താദിൻ്റെ ഉറൂസിന് വന്നവരൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്ന് മാലിക് തങ്ങളെ കണ്ടു. മാലിക് തങ്ങൾക്കത് പാടിക്കൊടുത്തു. മാലിക് തങ്ങൾക്കത് പാടിക്കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മാലിക് തങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കേട്ട് മുഴുവൻ കേട്ടതിന് ശേഷം കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞു, അൽ മജ്ദൂബ് നൗആനി, മജ്ദൂബ് 2 ഐറ്റമുണ്ട്. അന്ത മജ്ദൂബുൻ ഹഖാ, നിങ്ങൾ യഥാർത്ഥ മജ്ദൂബാണ് എന്ന് ഞാൻ കേട്ടത് പറഞ്ഞാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ച് ഇറങ്ങിയപ്പോൾ കരീം ഉസ്താദിൻ്റെ കുടിയിരിക്കലാണ് ഇന്ന ദിവസം. അപ്പോൾ ഇനിയുണ്ട് കുറച്ച് ദിവസം കൂടി ഉണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നാൽ പിന്നെ കാദറാജിക്ക് വിളിക്കുക. നമ്മളെ കാദറാജി ഉണ്ടല്ലോ, കാദറാജിക്ക് വിളിച്ച്. അപ്പോൾ പിന്നെ കാദറാജി കരീം ഉസ്താദിനെ വിളിച്ച്. അങ്ങനെ ആ കുടിയിരിക്കലിന് ഉസ്താദിൻ്റെ കൂടെ ഇവിടെ ഒന്ന് വന്ന് അൽഹംദുലില്ലാ ഉസ്താദിനെ അന്ന് ഇവിടുന്ന് കണ്ട് അങ്ങനെ ഒരു വരവാണ് ഈ കളന്തോട് ഞാൻ വന്നിട്ടുള്ളത്. ആരാ? റയീസുൽ ഉലമ വന്യരായ ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മളെ ഉസ്താദന്മാർക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, സിഹത്ത് നൽകട്ടെ, എല്ലാ ക്ഷേണവും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. വഫാത്ത് വരെ ദർസ് നടത്താൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആ ജീവിതം കൂടുതൽ കാലം താങ്ങും തണലുമായി നമുക്ക് അല്ലാഹു നീട്ടിയിട്ട് തരുമാറാകട്ടെ, നീട്ടിയിട്ട് തരുമാറാകട്ടെ. ആ കയ്യൊന്നും പിടിച്ച് വല്ലാതെ വലിച്ച് ബുദ്ധിമുട്ടാക്കണ്ട. അല്ലാഹു തആല അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ. ഇരിക്കും, എല്ലാവരും ഇരിക്കും. അവരൊക്കെ നമുക്ക് ദുആന്ന് തരും, ദുആ ചെയ്ത് തരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും എത്തിൻ്റെ അവസ്ഥ ഇവിടെ ഉണ്ട്, റയീസുൽ ഉലമ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തും റാഹത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപ്പം അങ്ങനെ വന്നു. അന്ന് കരീം ഉസ്താദിൻ്റെ അടുത്ത് വന്നു, കണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞു വിടും. ഞങ്ങൾക്ക് പൊറാട്ടി ഇറച്ചിയും അങ്ങനെ ആ പെട്ടെന്നുള്ള ഒരു സൽക്കാരം, വളരെ പെട്ടെന്ന് എല്ലാ സൽക്കാരങ്ങളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ, അതല്ലേ വീട്, ആ വീട്ടിൽ അവിടെ ഇതില്ലേ, അവിടെ തന്നെ ആ ഡോർ കൂടി കിടന്ന്, അങ്ങനെ ആ തിലക്കുള്ള ഡോറിൻ്റെ അടി കൂടി കിടന്ന് ഞങ്ങളവിടെ നിലത്ത് വിരിച്ചിരുന്ന് ഉസ്താദ് ഒരു യാക്കറമൊക്കെ ചൊല്ലി അങ്ങനെ ദ്വാരന്ന് അന്ന് എന്ത് ചെയ്തു, ഇവിടുന്ന് പിരിഞ്ഞു പോയി. അന്ന് പെരപ്പണി ഒരുപാട് പണികൾ ഈ കാണുന്നതൊക്കെ പിന്നെ വന്നതാണ്. അന്ന് ഇവിടെ അങ്ങനെ ഈ വീട് തന്നെ ഉള്ളൂ. അള്ളാഹു ഇന്ന് സുന്ദരമായ മക്കാമിൽ മൂപ്പര് അന്ത്യവിശ്രമം കൊള്ളുന്നു. അള്ളാഹു റാഹത്ത് നൽകട്ടെ. പിന്നെ ഞങ്ങൾ എപ്പോഴും കാണുന്നൊരു സ്ഥലമുണ്ട് മക്കയിൽ ഹജ്ജിന് എന്നാൽ, ഞാൻ കുണ്ടൂർ ഉസ്താദിൻ്റെ ഗ്രൂപ്പിലുണ്ടാവും. ഉസ്താദ് എല്ലാ കൊല്ലവും SYS ഹജ്ജിനുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് കാണും, ഞാൻ പോയാലില്ല അപ്പോഴും. അപ്പോൾ ഞാൻ ഹാജിമാരുമായി സഫാ മറുവൻ്റെ അടിയിൽ സഹി ചെയ്യുമ്പോൾ ഓൽക്കിങ്ങനെ ഏടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ദിക്റിൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കാണാം സഫാ മറുവൻ്റെ അടിയിൽ നിന്ന് എൻ്റെ പിന്നെ കൂടി വന്നിട്ട് ഒരൊറ്റ കൊടുത്തു, ഇന്നൊരു പൊന്തിച്ചലുമാണ് കൈ കൊണ്ട്. നോക്കുമ്പോൾ ഉസ്താദീകാരം അങ്ങനെ ആ ഒരു അതിൽ പിന്നെ കൈയൊക്കെ പിടിച്ച് അങ്ങനെ ആണ്ടും കിട്ടൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് അങ്ങനെ പിന്നെ വല്ല ചിലപ്പോൾ പ്ലെയിനിൽ നിന്നൊക്കെ കാണലുണ്ട് പോകുമ്പോൾ, തിരിച്ചു പോകുമ്പോഴൊക്കെ. അല്ലാഹു തആല എല്ലാ വർഷവും ഹജ്ജിന് വന്നിരുന്നു. അങ്ങനെ പിന്നെ സഫാ മർവൻ്റെ അടിയിൽ എന്നും കാണാം.
എല്ലാ വർഷവും കാണും. അത് മൂപ്പര് നമ്മളൊന്ന് പിടികൂടലാണ്. അങ്ങനെയായിരുന്നു അന്ന് കണ്ടിരുന്നത്. അല്ലാഹു തആല മാത്രമല്ല വലിയ മഹബത്ത് വെച്ച ആളാണ്. എനിക്കൊരു വലിയ ദർസ് നടത്തുന്ന നാട്ടിലൊരു പോലീസ് പ്രശ്നം വന്നപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നപ്പോൾ വിവരം പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് ഇന്ന് കുത്തുബിയത്ത് ചെല്ലണം എന്ന് പറഞ്ഞു. ആ വന്ന ആൾ പറയുകയാണ്, യശാ നിസ്കരിച്ച് കുത്തുബിയത്താണ് തുടങ്ങിയിട്ട് സുബഹി വരെ എൻ്റെ ആ പ്രശ്നത്തിൽ ഒരു ദിവസം ഫുള്ളായിട്ട് കുത്തുബിയത്ത് ചെല്ലി ഉസ്താദ്. അതിൻ്റെയൊക്കെ പവറുകൊണ്ട് വലിയ കറാമത്തുകൾ അതിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. റഹ്മാനായ റബ്ബ് അങ്ങനെ ആയിരുന്നു ആ മഹബത്ത്. അല്ലാഹു തആല അങ്ങനെ കൊണ്ടൂർ ഉസ്താദിനോട് വലിയ മഹബത്ത്, നമ്മളെ ആലിമീങ്ങളെ മുഴുവനും മഹബത്ത് വെക്കുകയും ഇഷ്ക് വെക്കുകയും അതുപോലെ തന്നെ മഹാന്മാരെ മുഴുവനും സിയാറത്ത് ചെയ്യുകയും. ബഹുമാനപ്പെട്ടവർ പറയും, ഞാൻ ഒന്നുമല്ല, നമ്മളോടൊക്കെ പറഞ്ഞു ഞാൻ ഒന്നുമല്ല, ഞാനിങ്ങനെ മഹാന്മാരെ മുൻനിർത്തി ഫാത്തിഹ ഓതാന്നൊക്കെ പറയും. അതിൽ അല്ലാഹു തആല എന്തോ ഒരു ഫലം അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ചെറുതായിട്ടേ സംസാരിക്കുകയുള്ളൂ. റഹ്മാനായ റബ്ബ് അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഈ വരുന്ന മുഅ്മിനീങ്ങളുടെ ഒക്കെ ഒരു ഷറഫും ഫളലും അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് താഴ്മ കൊണ്ടേ അല്ലാഹു നമ്മളെ ഉയർത്തുള്ളൂ. നമ്മൾ അഹങ്കാരം കൊണ്ട് നമ്മളല്ല ഉയർത്തൂല. അഹങ്കരിക്കുന്നവൻ അതപ്പതിച്ച് അങ്ങേയറ്റത്തെ അധപ്പതനത്തിലേക്കാണ് അഹങ്കാരി എത്തിച്ചേരുക. അതിനൊക്കെ പരിശുദ്ധ ഖുർആനിൽ ഫിർഔന്റെ ചരിത്രം നമുക്കുണ്ട്, കാറൂൻ മുതലാളിൻ്റെ ചരിത്രം നമുക്കുണ്ട്. ആരും ആരോടും അഹങ്കരിക്കണ്ട, ആരും ആരെയും കൊച്ചാക്കണ്ട, ആരും ആരെയും ചെറുതായി കാണണ്ട. നമ്മൾ സ്വയം റബ്ബിൻ്റെ മുമ്പിൽ ചെറുതായി നിന്നാൽ മതി. അപ്പോഴേ നമ്മൾ അകം ശുദ്ധിയായി കിട്ടുള്ളൂ. അല്ലാഹു നമ്മൾ അകം ശുദ്ധിയാക്കി തരട്ടെ. അപ്പോൾ നമ്മൾ ഈ വരുന്നതും പോണതും കൂടുന്നതും ഈ പരിപാടികളൊക്കെ നമ്മൾ അകം ശുദ്ധിയാകുക, എൻ്റെ ഉള്ളിൽ ശുദ്ധിയായി കിട്ടുക, ഇവരുമായുള്ളൊരു ആത്മീയമായ സമ്പർക്കം എനിക്ക് ലഭിക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം എന്ന് പ്രത്യേകമായി ഞാനടക്കമുള്ള മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മളെ ഹയവാൻ്റെ നിലവാരമൊക്കെ ഒന്ന് മാറ്റി നല്ല റഹ്മാനായ റബ്ബ് നമുക്കായി നൽകിയ വിശേഷണങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ്റെ വിശദീകരണമാണ് മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ സഹിയായ ഹദീസുകൾ, ജീവിത പദ്ധതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതങ്ങൾ റഹ്മാനായ റബ്ബ് അതൊക്കെ കൊണ്ട് റസൂലുള്ളാഹിൻ്റെ അഖ്ലാഖ് കൊണ്ട് നമ്മൾ മുത്തസിഫായി മാറുക. ഇതൊക്കെയാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പ്രത്യേകമായി നമ്മൾ ഉറൂസ് കൂടി ഇവിടെ കണ്ടമാനം ധർമ്മം കൊടുത്ത് ഭക്ഷണം കൊടുത്തൊക്കെ വലിയ മുത്തു റസൂലുള്ളാഹിനോട് ചോദിച്ചല്ലോ, അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, നബിയെ ഇസ്ലാമിൽ ഏതാണ് ഖൈർ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ളാഹി പറഞ്ഞു, തുത്ഇമു തആം, നീ തിന്നാൻ കൊടുക്കല, നല്ലോണം ഭക്ഷണം തിന്നാൻ കൊടുക്കല. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ വരുന്നവർക്ക് ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്തും എന്നും നല്ല രൂപത്തിലുള്ള ഇത്ആമു തആം ഇവിടെ ഇങ്ങനെ പാവങ്ങൾക്കും എല്ലാവർക്കും ഒരേ നിലവാരത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനെ സഹായിക്കുന്ന ആളുകളൊക്കെ അല്ലാഹു സഹായിക്കട്ടെ, അവരെ സഹായിക്കുന്ന ആളുകൾ അല്ലാഹു സഹായിക്കട്ടെ. ബേജാറ് വിഷമമുള്ളവരെ വിഷമങ്ങളല്ല തീർത്തു കൊടുക്കട്ടെ. പ്രയാസ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകട്ടെ. പ്രധാനമായി നമ്മളെ ഈ ഉസ്താദുമാർ അവർക്കല്ല ഒരു രോഗവും നൽകാതിരിക്കട്ടെ. അവർക്ക് വേണ്ടിയാണ് ഈ ഉമ്മത്ത് ദ്വാരക്കേണ്ടത്. അവരെ കുതിര കയറാനും അവരെ കൊച്ചാക്കാനും അല്ല ഈ ഉമ്മത്ത് പ്രവർത്തിക്കേണ്ടത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉലമാഇൻ്റെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹ് സലാമത്താക്കുമാറാകട്ടെ. റയീസുൽ ഉലമ എന്നൊക്കെ പറഞ്ഞാൽ ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് പറയണം ആരാണ് സുലൈമാൻ മൗലവി എന്ന്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ആരാണ്, എന്താണ് ആ ഖദർ എന്നുള്ളത്. അവരാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും പറഞ്ഞിട്ടല്ല. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാനുള്ള കണ്ണ് നൽകണം അല്ലാഹ്. ഇരുൾ മുറ്റിയ ഹൃദയം തരരുത് അല്ലാഹ്, പൊട്ടിക്കിടക്കുന്ന കണ്ണാക്കരുത് അല്ലാഹ്. ഞങ്ങളെ എല്ലാ കണ്ണും തുറന്നു തരണം അല്ലാഹ്, നിൻ്റെ പൊരുത്തത്തിലാക്കി തരണം അല്ലാഹ്, നിൻ്റെ തൃപ്തിയിലാക്കി തരണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് സന്തോഷം നൽകണം അല്ലാഹ്.
അതുകൊണ്ട് പറഞ്ഞ വിഷയം മറക്കരുത്. നമുക്കൊക്കെ ഹയാത്തിനൊരു നിലവാരമുണ്ട്, മനസ്സിലായില്ലേ? ഹയാത്തിന് എന്തുണ്ട്? ഒരു നിലവാരമുണ്ട്. തനിച്ച നാൽക്കാലിയായി മാറരുത്. അതാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് എന്ന് എൻ്റെ നഫ്സടക്കമുള്ള പണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അജാദ് തങ്ങളൊരു കിതാബുണ്ട്. അതിലുണ്ട് എന്ത്, ഈ ഫസലെന്ന് പറയേണ്ടടുത്തൊക്കെ അലൈക്ക എന്ന് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം പറഞ്ഞു, അലൈക്ക എന്ന് കിതാബ് ഇടുമ്പോൾ ഒന്നാമതായി ഞാൻ കരുതുന്നത് എന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ ഞാൻ ഈ അലൈക്ക പറയുമ്പോൾ എൻ്റെ നഫ്സിനെ കരുതിയിട്ടാണ് പറയുന്നത്. റഹ്മാനായ റബ്ബ് ഈ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, സലാമത്താക്കുമാറാകട്ടെ, നമ്മളെ ഈമാൻ അല്ലാഹ് ശക്തിപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, കരീം ഉസ്താദ് സുന്നത്തി ജമാഅത്തിൻ്റെ പാതയിൽ ഈ ഉലമാഇനെ, ഈ പ്രസ്ഥാനത്തിനെ വളരെയധികം പ്രിയം വെച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ. ആ ഒരു റൂട്ട് നമ്മൾ സ്വീകരിച്ച് നീങ്ങിയാൽ നമ്മൾ അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹ് നമ്മളെ റൂട്ട് തെറ്റാതെ മുസ്തഖീമായ വഴിയിൽ അല്ലാഹ് നമ്മളെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.